ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് അമേരിക്ക വന്നിരിക്കുകയാണ്. അമേരിക്ക നിലവില് ഇറാന്റെ പല മേഖലകളിലും എയർ സ്ട്രൈക്കുകൾ നടത്തുകയാണ്. പ്രത്യേകിച്ച് എയർ സ്ട്രൈക്കുകൾ നടത്തുന്നത് അമേരിക്കയുടെ മിലിറ്ററി സെന്ററുകളിലും കമാൻഡ് സെന്ററുകളിലും കൂടാതെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് മേഖലകളിലെല്ലാം നിലവില് അമേരിക്ക എയർ സ്ട്രൈക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി US ആർമി ഉപയോഗിച്ചിട്ടുള്ളത് റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള ബോംബറുകളായിട്ടുള്ള B-2 അതുപോലെ തന്നെ F-20 എന്നീ പറയുന്ന ബോംബറുകളെയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. മാത്രമല്ല US ആർമിയിൽ നിന്നും സ്വാഭാവികമായി വരാൻ പോകുന്നത് ടൊമഹോക്ക് എന്ന് പറയുന്ന US ആർമിയുടെ തന്നെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കപ്പലുകളാണ്. ഇതെല്ലാം മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കപ്പലുകളാണ്. സ്വാഭാവികമായി ഇറാൻ എന്ത് ചെയ്യും, ഹൊർമൂസ് എന്ന് പറയുന്ന അവരുടെ കനാല് ക്ലോസ് ചെയ്യും. അങ്ങനെ ക്ലോസ് ചെയ്താൽ ലോകത്തിലെ തന്നെ 20% വരുന്ന ഓയിൽ ബ്ലോക്ക് ആവുകയും ലോകത്തിന്റെ പല മേഖലകളിലും ഓയിലിന്റെ വില കൂടുകയും ചെയ്യും. അത് വളരെ നല്ല രീതിയിൽ തന്നെ കൂടുക എന്ന് പറയുമ്പോൾ ഒരു ഗാലണ് അല്ലെങ്കിൽ ഒരു ബാരലിന് ഏകദേശം $200 തന്നെ കൂടാൻ ചാൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ക്രാഷ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇനി വരാൻ പോകുന്ന അടുത്ത രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് തന്നെയാണ്. ഫ്രാൻസ് സ്വാഭാവികമായിട്ട് അവരുടെ വാർഷിപ്പുകളെ ഇറാനിലേക്ക് അയക്കുകയും ഇറാൻ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അടുത്ത പരിപാടികൾ സ്വാഭാവികമായി ഇനി ഫ്രാൻസ് നടത്താനായിട്ട് പോകും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനി നടക്കാൻ പോകുന്നത് അമേരിക്കയിൽ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അമേരിക്കയിലെ ഇന്ധന വില, ഓയിൽ പ്രൈസ് വളരെ വലിയ രീതിയിൽ തന്നെ കൂടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ തന്നെ അങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അമേരിക്കയിലെ ഭക്ഷ്യോൽപാദനത്തിന് നല്ല രീതിയിൽ തന്നെ ബാധിക്കും. ഭക്ഷണ സാധനങ്ങളുടെ വില നല്ല രീതിയിൽ കൂടും. മാത്രമല്ല അമേരിക്ക അടുത്ത് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അമേരിക്കയിൽ ഉണ്ടാവാൻ പോകുന്ന സൈബർ അറ്റാക്കുകളാണ്. അത് ബാങ്കുകളിലും അതുപോലെ തന്നെ എനർജി ഗ്രിഡുകളിലും കൂടാതെ തന്നെ എയർപോർട്ടുകളിലും വരെ സൈബർ അറ്റാക്കുകൾ ഉണ്ടാവാനുള്ള ചാൻസ് വലിയ രീതിയിലുണ്ട്. ഇത് അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ വലിയൊരു ഭീതി ഉളവാക്കുന്നതിന് കാരണമാകും. അമേരിക്കയ്ക്ക് എന്തായാലും ഇനി യുദ്ധവും ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ രാജ്യത്തകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും മാനേജ് ചെയ്യേണ്ടി വരും.